പി ജെ കുര്യൻ തുടങ്ങി താഴേക്കുള്ള നേതാക്കന്മാരെ കുറിച്ച് പി ജെ കുര്യൻ്റെ മക്കൾ എവിടെയാണെന്നറിയോ? ഏത് യൂത്ത് കോൺഗ്രസ്സിലും കെ എസ് യുയിലും വർക്ക് ചെയ്യുന്നതെന്നറിയോ നിങ്ങൾക്ക്? ഒരു കോൺഗ്രസ് നേതാക്കന്മാരുടെയും മക്കൾ ഒരു സംവിധാനത്തിലും വർക്ക് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ബൂത്ത് പ്രസിഡന്റുമാരുണ്ട്, മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരുണ്ട്, ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ട്, വൈസ് പ്രസിഡന്റ്, കെ എസ് യു നേതാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ കെ പി സി സി വൈസ് പ്രസിഡന്റുമാരും പ്രസിഡന്റും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായിട്ട് എത്രയെങ്ങാനും ആൾക്കാരാണുള്ളത്. എ സി സി മെമ്പർമാരായിട്ട് എത്ര പേരാണുള്ളത് കേരളത്തിൽ? ഇവരുടെ എത്ര പേരുടെ മക്കൾ ഈ കെ എസ് യുവിലും ഈ യൂത്ത് കോൺഗ്രസ്സിലും പണിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു സംവിധാനത്തിന് വർക്ക് ചെയ്യുന്നില്ല. ഇത് ആൾക്കാരെ ഇവിടുന്ന് കൊണ്ടിരുന്നത് ഈ പാവപ്പെട്ട അടി കൊള്ളാൻ വേണ്ടിയിട്ട് സാധാരണക്കാരെ ജനങ്ങളെ ഇറക്കി വിട്ടിട്ട് നീ പോയി കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് അടി മേടിച്ച് ജയിലിൽ പോയി കിടന്ന് കേസും 10, 150, 100 കേസാക്കിയിട്ട് എന്തിൻ്റെ സൂക്കേടാന്ന്? എന്തിന് സൂക്കേടാ? 5 പൈസ കൊടുക്കില്ല. നിങ്ങൾ ഈ അടി കൊണ്ട കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളോടും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെ പ്രവർത്തകരോട് ചോദിച്ചു നോക്കിയേ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ എത്ര പൈസ കൊണ്ട് കൊടുത്തു എന്ന്? 1 രൂപ കൊടുത്തിട്ടില്ല. ആശുപത്രിയിലെ മരുന്നിന് ചിലവുള്ള പൈസ പോലും കൊടുത്തിട്ടില്ല ഒരാൾക്കും. പിന്നെ ഇവർ എങ്ങനെ ജീവിക്കാനാന്നേ? 10 കേസ് വന്നാൽ ഇവർ തീർന്നില്ലേ ഇവരെ സംബന്ധിച്ചിടത്തോളം? അത് ഇതൊന്നും വലിയ രീതിയാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ കുട്ടികളെ ഡെവലപ്പ്, ഇവരാണല്ലോ ഈ കുട്ടികൾ എന്ന് പറയുന്ന ആൾക്കാർ. ഈ കുട്ടികളെ ഡെവലപ്പ് ആക്കണമെങ്കിൽ ആദ്യം കാരണന്മാർ നേതാക്കണം. കാരണന്മാർ വേണം കൈപിടിച്ച് ഓർത്തിക്കൊണ്ട് വരാൻ വേണ്ടി. കേരളത്തിൽ 22 MLA കോൺഗ്രസ്സിന്. ആ 22 MLA മണ്ഡലത്തിൽ പോയി നോക്കിക്കുക എത്ര യൂത്ത് കോൺഗ്രസും എത്ര കെ എസ് യുക്കാരും ഉണ്ടെന്ന്. ഒരാരെയും വളർത്തിയിട്ടില്ല.